Hello everyone, welcome to Disha Academy. നമ്മൾ ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു അനാലിസിസ് വീഡിയോ ആണ്. റെയിൽവേയുടെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട എക്സാമിനേഷൻ ആയ പ്ലസ് ടുക്കാർക്കും ഡിഗ്രിക്കാർക്കും ഒരുപോലെ അപ്ലൈ ചെയ്യാൻ കഴിയുന്ന നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറി എക്സാം ആയിട്ടുള്ള NDPCയുടെ ഒരു സ്മാർട്ട് സ്ട്രാറ്റജി ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ 2024ലും NDPC നടന്നതാണ്. അപ്പോൾ അതും വെച്ചിട്ട് നമുക്കൊരു കമ്പാരിസൺ കൂടെ ഇന്ന് ചെയ്തിട്ട് അതുവഴി എങ്ങനെ സ്മാർട്ട് ആയിട്ട് നമുക്ക് ഈ വരുന്ന NDPCയെ അപ്രോച്ച് ചെയ്യാന്നുള്ളൊരു കാര്യമാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ NDPC എന്ന് പറയുന്നത് എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു ഫീൽഡ് തന്നെയാണ്. കാരണം നോൺ ടെക്നിക്കൽ കാറ്റഗറിയാണ്. സ്റ്റേഷൻ മാസ്റ്റർ, ട്രെയിൻസ് ക്ലർക്ക്, കൊമേഴ്ഷ്യൽ ടിക്കറ്റ് ക്ലർക്ക് തുടങ്ങിയ നിരവധി പോസ്റ്റുകളാണ് അതിലേക്ക് അടങ്ങിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാറ്റഗറി ഓഫ് എക്സാമിനേഷൻ തന്നെയാണ് NDPCയിൽ അടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ നേരിടാൻ വേണ്ടി നമ്മൾ കൃത്യമായിട്ടുള്ള സ്ട്രാറ്റജി അപ്ലൈ ചെയ്തേ പറ്റുള്ളൂ. കാരണം ഒരുപാട് ആൾക്കാർ ഇതിനു വേണ്ടിയായിട്ട് പരിശ്രമിക്കുന്നുണ്ടെന്നുള്ളൊരു കാര്യം നിങ്ങൾക്ക് അറിയാം. അപ്പൊ ഇപ്പോഴത്തെ ഒരു സാഹചര്യം വെച്ച് നമുക്ക് വന്നിട്ടുള്ള കാര്യം നോക്കാം. ഗ്രാജുവേറ്റ്, അണ്ടർ ഗ്രാജുവേറ്റ് പോസ്റ്റുകൾ ഇപ്പോൾ വിളിച്ചിട്ടുള്ളത് 8000-ൽ പുറത്ത് വാക്കൻസിയാണ് വന്നിട്ടുള്ളത്. അതിനനുസരിച്ചിട്ടുള്ള കോമ്പറ്റീഷനും നമ്മുടെ മുന്നിൽ ഉണ്ടായിരിക്കും. ഒരു റൈസിംഗ് ലെവൽ ഓഫ് കോമ്പറ്റീഷൻ തന്നെയായിരിക്കും ഉണ്ടാവുന്നത്. കാരണം SSCയെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ റെയിൽവേയിലേക്ക് ആളുകൾ എന്ത് ചെയ്യും, അത്രത്തോളം കോൺഫിഡന്റ് ആയിട്ട് വരുന്ന ഒരാൾക്കാർ ഒരുപാട് പേരുള്ള ഒരു ഫീൽഡാണ് റെയിൽവേ എന്ന് പറയുന്നത്. ലക്ഷക്കണക്കിന് ആൾക്കാർ ഓരോ വർഷവും കൂടുന്തോറും എന്ത് ചെയ്യുന്നുണ്ട്, വരുന്നുണ്ടെന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. പിന്നെ രണ്ടിനെയും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ അണ്ടർ ഗ്രാജുവേറ്റ് എന്ന് പറയുന്നത് +2 യോഗ്യത ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഗ്രാജുവേറ്റ് എന്ന് പറഞ്ഞാൽ ഡിഗ്രി യോഗ്യത ഉള്ളവർക്ക്. ഇങ്ങനെ വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്നത് അണ്ടർ ഗ്രാജുവേറ്റ്. 2024 ഒരു കാൽക്കുലേഷൻ വെച്ച് നോക്കുമ്പോൾ ഇപ്പോഴത്തെ ഒരു ആപ്ലിക്കേഷൻ ഡിസ്ട്രിബ്യൂഷനും എങ്ങനെ തന്നെ വരും, ഗ്രാജുവേറ്റ് ലെവൽ ഒരു 48% ഗ്രാജുവേറ്റ് ലെവലിലേക്ക് അപ്ലൈ ചെയ്യുന്നവരാണ്. അണ്ടർ ഗ്രാജുവേറ്റ് എന്ന് പറഞ്ഞാൽ 52%. കാരണം ഈവൻ ഗ്രാജുവേറ്റ് ഉള്ളവർക്കും എന്തിലേക്ക് അപ്ലൈ ചെയ്യാം, ഈ പറയുന്ന അണ്ടർ ഗ്രാജുവേറ്റിലേക്ക് അപ്ലൈ ചെയ്യാം. അതുകൊണ്ട് തന്നെ 52% അണ്ടർ ഗ്രാജുവേറ്റ് ലെവൽ ഓഫ് കോമ്പറ്റീഷൻ നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കും. അതുപോലെ ഗ്രാജുവേറ്റിനാണെങ്കിൽ 48%. അപ്പൊ ആ ഒരു കാര്യം നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം. പിന്നെ ഇതിലേക്കുള്ള ഒരു സക്സസിലേക്ക് എത്തണമെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു സ്കോറിംഗ് മെത്തേഡ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഈവൻ സേഫ് സ്കോർ പോലുള്ള പല കാര്യങ്ങളും മനസ്സിലാക്കി കട്ട് ഓഫ് അനാലിസിസ് ചെയ്ത് പഠിച്ചാൽ മാത്രമേ കാര്യമുള്ളൂ. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സോൺ കൃത്യമായി മനസ്സിലാക്കി അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിന്റെ കാര്യങ്ങളും എല്ലാം നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പറയാനായിട്ട് ഉദ്ദേശിക്കുകയാണ്. അപ്പൊ എന്തായാലും വാക്കൻസി കമ്പാരിസൺ 2024 വേഴ്സസ് 2025 നോക്കുമ്പോൾ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ടുള്ളത് 11,000-ൽ പുറത്ത് വാക്കൻസീസ് ആണ് വന്നിട്ടുണ്ടായിരുന്നത്. അതിൽ ഈ പറയുന്ന പോലെ ഗ്രാജുവേറ്റിന് 8,000-ൽ പുറത്ത് വാക്കൻസിയും നമ്മുടെ അണ്ടർ ഗ്രാജുവേറ്റിന് 3,000-ൽ പുറത്ത് വാക്കൻസിയും. കഴിഞ്ഞ പ്രാവശ്യം അണ്ടർ ഗ്രാജുവേറ്റിന് വാക്കൻസി കുറവായിരുന്നു. എന്നാൽ ഇത്തവണയും നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഇപ്പൊ ടോട്ടൽ വാക്കൻസി മാത്രമാണ് 8,000-ൽ പുറത്ത് വാക്കൻസി വിളിച്ചിട്ടുള്ളത്. നമ്മുടെ ഗ്രാജുവേറ്റിന് 5,000-ൽ പുറത്ത് വാക്കൻസിയും അണ്ടർ ഗ്രാജുവേറ്റിന് 3,000-ൽ പുറത്ത് വാക്കൻസി. കമ്പയർഡ് ടു 2024 നമുക്ക് ഇപ്പൊ എന്താണ്, വാക്കൻസി കുറവ് തന്നെയാണ്. പക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും റെയിൽവേയുടെ ഒരു ട്രെൻഡ് അറിയാം. കുറെ കഴിയുമ്പോൾ അവർ എന്ത് ചെയ്യുന്നത്, വാക്കൻസി ഇൻക്രീസ് ചെയ്യുന്നത്. അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമേ ഇല്ല. വാക്കൻസി എന്തായാലും ഇൻക്രീസ് ചെയ്യും. പക്ഷെ കോമ്പറ്റീഷൻ എപ്പോഴും എന്ത് ചെയ്യും, ആ ഒരു സ്റ്റെബിലിറ്റി കീപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കും. കാരണം ഒരുപാട് ആൾക്കാർ എന്തായാലും അപ്ലൈ ചെയ്യും. അതിനനുസരിച്ച് നമ്മുടെ പ്രിപ്പറേഷൻസ് ബൂസ്റ്റ് ചെയ്യാന്നുള്ളൊരു കാര്യം മാത്രമേ നമ്മൾ അവിടെ എന്ത് ചെയ്യാനുള്ളൂ, നേരിടാനായിട്ട് ഉള്ളൂ. അപ്പൊ വാക്കൻസി കമ്പാരിസൺ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. കഴിഞ്ഞ വർഷത്തിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ വാക്കൻസി കുറവ് തന്നെയാണ്, പക്ഷെ ഇത് ഇൻക്രീസ് ചെയ്യും. ഏകദേശം ഇതേ ഒരു ലെവലിലെങ്കിലും എത്തും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് നമ്മൾ നിൽക്കുന്നത്. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം എങ്ങനെയാണ് കാര്യങ്ങൾ വരുന്നത് എന്നുള്ളൊരു കാര്യം. അപ്പോൾ ഗ്രാജുവേറ്റ് ലെവലൊക്കെ ഇതിന്റെയൊക്കെ കൃത്യമായ വാക്കൻസീസ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. 8,000-ൽ പുറത്ത് വാക്കൻസി കഴിഞ്ഞ പ്രാവശ്യം വന്നെടുത്ത് ഇവിടെ 5,000-ലേ ഉള്ളൂ. അതുപോലെ കഴിഞ്ഞ പ്രാവശ്യം അണ്ടർ ഗ്രാജുവേറ്റിന് 3,000-ലാണെങ്കിൽ ഇപ്പോഴും 3,000-ന് അടുപ്പിച്ച് നിൽക്കുന്ന വാക്കൻസി തന്നെയാണ്. ഓക്കെ, അപ്പൊ അത് നോക്കണം. പിന്നെ അണ്ടർ ഗ്രാജുവേറ്റിന്റെ ഏജ് ലിമിറ്റ് എല്ലാവർക്കും അറിയുന്ന പോലെ 12th പാസ് ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ 18 to 30 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ഇതിന്റെ കൂടെ തന്നെ SC STക്ക് ആണെങ്കിൽ 5 വർഷത്തിന്റെ റിലാക്സേഷൻ, OBCക്ക് ആണെങ്കിൽ 3 വർഷത്തിന്റെ റിലാക്സേഷൻ വരുന്നുണ്ട്. അതുപോലെ ഗ്രാജുവേറ്റ് പോസ്റ്റുകളാണെങ്കിൽ ഡിഗ്രി ഹോൾഡേഴ്സിന് 18 to 33 വയസ്സ് വരെയാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. പ്ലസ് OBC ആൻഡ് SC ST റിലാക്സേഷൻ ഉണ്ടായിരിക്കും. അപ്പൊ ആ ഒരു കാറ്റഗറിയുടെ ഏജ് ലിമിറ്റും മനസ്സിലാക്കിക്കോളാം. ഇനി അടുത്ത് നമുക്ക് സോൺ വൈസ് വാക്കൻസി ഡിസ്ട്രിബ്യൂഷൻ നോക്കാം. ഇത്തവണത്തെ ആ ഒരു വാക്കൻസി എവിടെയാണ് കൂടുതൽ വന്നത്? കാരണം നമുക്ക് സോൺ എന്ന് പറഞ്ഞ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ സോൺ മനസ്സിലാക്കി അപ്ലൈ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ നിൽക്കുന്ന ഒരു കാര്യമല്ല നമ്മുടെ മാർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് അത്രത്തോളം നമുക്ക് കോൺഫിഡൻസ് ഉണ്ടായിരിക്കണം. നമ്മൾ നല്ലൊരു മാർക്ക് വാങ്ങിക്കും, നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ലെവലിലേക്ക് നമുക്ക് എത്താൻ പറ്റും എന്നുള്ള കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് സോണിൽ വേണോ അപ്ലൈ ചെയ്യാം. അല്ലാത്തവർ ശ്രദ്ധിച്ച് മാത്രമേ സോൺ വയ്ക്കാവൂ. ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ഇപ്പൊ വന്നിട്ടുള്ള ഒരു ട്രെൻഡ് അനുസരിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ 2024-ല് സോൺ വൈസ് വാക്കൻസി എടുക്കുമ്പോൾ കൊൽക്കത്തയിലായിരുന്നു കൂടുതൽ എന്ത് വന്നിട്ടുള്ളത്, ഈ പറയുന്ന പോലെ വാക്കൻസീസ് വന്നിട്ടുണ്ടായിരുന്നത്. 1,834 വാക്കൻസി ടോട്ടലി വന്നിട്ടുണ്ടായിരുന്നു. അതിൽ ഗ്രാജുവേറ്റിന് 1,382, അണ്ടർ ഗ്രാജുവേറ്റിന് 452 വാക്കൻസിയാണ് വന്നിട്ടുള്ളത്.
അന്ന് മുംബൈയിലും സോൺ ഉണ്ടായിരുന്നു, നല്ലപോലെ വാക്കൻസി വിളിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ ഭുവനേശ്വറിലും ഒക്കെ വിളിച്ചിട്ടുണ്ട്. ആ ഒരു രീതിയിലാണ് അന്നത്തെ ട്രെൻഡ് നിന്നത്. എന്നാൽ ഇന്നത്തെ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് RRB NTPC 2025 റെയിൽവേ സോൺസിന്റെ ലിസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു, നിങ്ങൾ കണ്ടു കാണും. അപ്പൊ ആ റെയിൽവേ സോൺസിന്റെ ലിസ്റ്റിൽ ഈസ്റ്റേൺ റെയിൽവേക്കാണ് ഫസ്റ്റ് ഇത് കിട്ടിയിരിക്കുന്നത്. 1537 വേക്കൻസി ഈസ്റ്റേൺ റെയിൽവേ ആണ് വിളിച്ചിരിക്കുന്നത്. ഈസ്റ്റേൺ അറിയാലോ, നമ്മുടെ കൊൽക്കത്ത ഭാഗം, ആ ഒരു രീതിയിലുള്ള അവിടെയാണ് വന്നിരിക്കുന്നത്. അവിടെയാണ് ഏറ്റവും കൂടുതൽ വാക്കൻസി ഇപ്പൊ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 1006 വാക്കൻസി ഗ്രാജുവേറ്റിനും 531 വാക്കൻസി അണ്ടർ ഗ്രാജുവേറ്റിനാണ് വിളിച്ചിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് പിന്നെ സൗത്ത് ഈസ്റ്റ് സെൻട്രൽ റെയിൽവേ വിളിച്ചിട്ടുണ്ടായിരുന്നു. സൗത്ത് ഈസ്റ്റ് സെൻട്രൽ റെയിൽവേ അവിടെയും 899ഓളം വാക്കൻസീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ആകെ ഒരു സൗത്ത് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഒരു ആശ്വാസം എന്ന് പറയുന്നത് അല്ലെ, നമ്മൾ എപ്പോഴും ഒരു സൗത്തിന്റെ ഒരു ഇതുണ്ടെങ്കിൽ നമുക്കൊരു സമാധാനമാണെന്ന് തന്നെ പറയാം. നമുക്ക് റെയിൽവേയിലാണ് ജോലി ചെയ്യേണ്ടത്, അതുകൊണ്ട് അത്യാവശ്യം നമ്മുടെ എപ്പോഴും ഓക്കെ ആയിരിക്കുന്നത് സൗത്ത് സോൺ തന്നെയാണ്. ആ ഒരു രീതി നമുക്ക് നോക്കാം. പിന്നെ വരുന്നത് വെസ്റ്റേൺ റെയിൽവേ ആണ്. വെസ്റ്റേൺ റെയിൽവേയിൽ 931 വാക്കൻസി ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ എപ്പോഴും പ്രിഫർ ചെയ്യുന്ന ഒരു സോൺ എന്ന് പറയുന്നത്, നമ്മൾ എപ്പോഴും പ്രിഫർ ചെയ്യുന്ന ഏതാണ്? ഒന്നി ചെന്നൈ ആണ്, അല്ലെങ്കിൽ ബാംഗ്ലൂർ ആണ്, അല്ലെങ്കിൽ തിരുവനന്തപുരമാണ്, അല്ലെങ്കിൽ സിക്കന്ദരാബാദ് ആണ്. ഇതാണ് നമ്മൾ എപ്പോഴും ചൂസ് ചെയ്യുന്ന ഒരു കാര്യം അല്ലേ. നമ്മൾ എപ്പോഴും ചൂസ് ചെയ്യുന്നത് ഈ ഒരു പാറ്റേണിലാണെന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇത്തവണ, അതായത് 2024 വന്ന് എന്താണ്, നമുക്ക് വളരെ വാക്കൻസി കുറവായിരുന്നു. കാരണം ഇവിടെ ടോപ്പ് ലിസ്റ്റിൽ പോലും നമ്മുടെ പേരൊന്നും, നമുക്ക് സൗത്തിൽ ഒരു സെന്ററും വന്നിട്ടുണ്ടായിരുന്നില്ല. അന്ന് നമുക്ക് വന്നിട്ടുള്ള ഒരു വാക്കൻസി ഏകദേശം 1000-ന് പുറത്ത് ഒരു വാക്കൻസി ഇല്ല. ഈ പറയുന്ന പോലെ 630 വാക്കൻസി വന്നത് ചെന്നൈക്കാണ്. ബാംഗ്ലൂരിന് 556 വാക്കൻസി വിളിച്ചിട്ടുണ്ടായിരുന്നു. തിരുവനന്തപുരത്ത് 286. ഇത് സെപ്പറേറ്റ് ആണ്, ഗ്രാജുവേറ്റ് ലെവലിന് സെപ്പറേറ്റ് ആണ്, അണ്ടർ ഗ്രാജുവേറ്റിന് സെപ്പറേറ്റ് ആണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ ഇത്രയും വാക്കൻസി ഉള്ളൂ, അപ്പോൾ കട്ട് ഓഫും കൂടുകയും ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് ആപ്ലിക്കേഷൻസ് അത്രത്തോളം അപ്ലൈ ചെയ്യും. ഈ ഒരു ഏരിയ ആവുന്നതുകൊണ്ട് നമുക്ക് എപ്പോഴും സേഫ് എന്ന് പറയുന്ന ഈ ഒരു സോൺ ആയതുകൊണ്ട് നമ്മൾ ഇങ്ങനെ നോക്കത്തുള്ളൂ. ഇപ്പോഴത്തെ വാക്കൻസി കമ്പയർ ചെയ്യുമ്പോൾ 2025 അടുത്ത് നോക്കുമ്പോൾ സദേൺ റെയിൽവേ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതായത് ലിസ്റ്റ് വന്നപ്പോൾ നമുക്ക് ഇങ്ങനെയാണ്, അല്ലെങ്കിൽ ഇങ്ങനെ ചെന്നൈ, ബാംഗ്ലൂർ എത്രയാണ്, തിരുവനന്തപുരം എത്രയാണെന്ന് കാണിക്കും. ഇനി ചിലപ്പോൾ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ വരുമായിരിക്കും. എങ്കിലും ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് ബേസ് ചെയ്ത് നമ്മൾ നോക്കുമ്പോൾ സദേൺ റെയിൽവേ എന്ന് പറയുന്ന നമ്മുടെ ചെന്നൈയും ട്രിവാൻഡ്രം ഉൾപ്പെടുന്നിടത്ത് ഗ്രാജുവേറ്റ് ലെവലിന് 227 വാക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 227 വാക്കൻസിയാണ് ഇവിടെ വിളിച്ചിട്ടുള്ളത്. ശരിക്കും 400 പുറത്ത് വരേണ്ട വാക്കൻസി 227 ആണ് വിളിച്ചിട്ടുള്ളത്. അണ്ടർ ഗ്രാജുവേറ്റ് ലെവൽ നോക്കുമ്പോൾ 164 വാക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 164 വാക്കൻസി. അങ്ങനെ ടോട്ടൽ വാക്കൻസി 391. മെയിൻ ആയിട്ട് ചെന്നൈ ബേസ് ചെയ്തിട്ടുള്ള റീജിയൻ ആണ് ഇപ്പൊ വിളിച്ചിട്ടുള്ളത്. എന്നാലും 391 വാക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞ് സൗത്ത് വെസ്റ്റേൺ റെയിൽവേ എന്ന് പറയുന്ന ഒരു റെയിൽവേ വരുമ്പോൾ അവിടെ നമുക്ക് വരുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ ഗ്രാജുവേറ്റിന് 235, അണ്ടർ ഗ്രാജുവേറ്റിനാണെങ്കിൽ 52, ടോട്ടൽ വാക്കൻസി 287 വാക്കൻസി. നമുക്ക് അത്യാവശ്യം 500-ൽ താഴെ നിൽക്കുന്ന വാക്കൻസിയാണ് വിളിക്കുന്നത്. ചിലപ്പോൾ കൂടാനുള്ള ചാൻസസ് ഉണ്ട്. പിന്നെ നമ്മൾ എപ്പോഴും പ്രിഫർ ചെയ്യേണ്ടത് സോൺ വൈസ് നോക്കുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട സോണിലേക്ക് അപ്ലൈ ചെയ്യാം. വാക്കൻസി കൂടുക കുറയുക എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ്. നമുക്ക് നോക്കേണ്ട ഒരു കാര്യം പ്രിഫറൻസ് ആണ് ഫസ്റ്റ് നോക്കേണ്ടത്. പിന്നെ നമുക്ക് നോക്കാം വാക്കൻസി കൂടുതലുള്ള ഒരു സ്ഥലത്ത്, കൂടുതലുള്ളിടത്ത് വെക്കണമെന്ന് ഒരിക്കലും പറയില്ല. മൂന്നാമത്തെ സ്ഥാനമോ 4ാമത്തെ സ്ഥാനത്തോ നിൽക്കുന്ന സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ചും കൂടെ സേഫ് ആണ്. ഫസ്റ്റ് നിൽക്കുന്നിടത്ത് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും അങ്ങോട്ടേക്ക് തന്നെ അപ്ലൈ ചെയ്യും. കാരണം നല്ലപോലെ പഠിക്കുന്നവരായാലും അങ്ങോട്ട് തന്നെ അപ്ലൈ ചെയ്യും. പിന്നെ നോർത്ത് ഭാഗം കൂടെ ആണെങ്കിൽ ഈ പറയുന്ന എല്ലാ നോർത്ത് ഇന്ത്യൻസും അങ്ങോട്ട് തന്നെ ആയിരിക്കും വെക്കുന്നത്. അപ്പൊ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ ഏറ്റവും സേഫസ്റ്റ് സോൺ നമ്മളായിട്ട് കണ്ടുപിടിക്കേണ്ടതാണ് ചെയ്യേണ്ടത്. അപ്പൊ ഇതിന്റെ സോൺ വൈസ് വാക്കൻസീസ് വരുമ്പോൾ എന്തായാലും നമ്മൾ സോൺ വൈസ് അനാലിസിസ് ചെയ്യുന്നതാണ്. അപ്പൊ ഇത് മനസ്സിലാക്കിക്കോളാം. ഇനി അടുത്ത സൗത്ത് സെൻട്രൽ റെയിൽവേ ആണ്, നമ്മുടെ തെലങ്കാന വൈസ് ചെയ്ത് അല്ലെങ്കിൽ ഈ പറയുന്ന സെക്കന്ദരാബാദ് റീജിയൻ ആണ് വരുന്നത്. സൗത്ത് വെസ്റ്റേൺ റെയിൽവേയിലാണ് ബാംഗ്ലൂരു സോൺ വരുന്നത്. ബാംഗ്ലൂരിൽ 287 വേക്കൻസിയെ വിളിച്ചിട്ടുള്ളൂ കേട്ടോ. ഇപ്പൊ ഒരു കുറവ് നമ്മൾ അഫക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പറയുന്ന സൗത്ത് സെൻട്രൽ റെയിൽവേയിൽ 580 വാക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നവരാണെങ്കിൽ ഈ ഒരു സോണുകൾ നോക്കി വേണം വെക്കാം. എവിടെയാണ് നിങ്ങൾക്ക് ഏറ്റവും പ്രിഫറൻസ് എന്നൊക്കെ നോക്കി വേണം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ശ്രദ്ധിച്ച് വേണം നിങ്ങൾ അപ്ലൈ ചെയ്യാനായിട്ടുള്ളത്. അത് ആദ്യം ശ്രദ്ധിക്കണം. നമ്മൾ സോൺ വൈസ് വാക്കൻസീസ് നോക്കി മാത്രമേ അപ്ലൈ ചെയ്യാവൂ. കുറഞ്ഞ സോണിൽ പോയിട്ട് വച്ച് അത്രത്തോളം നിങ്ങൾ എന്ത് ചെയ്യണം, അത്രയും ബ്രില്യൻ്റ് ആയിരിക്കണം. നിങ്ങൾക്ക് അത്രത്തോളം മാർക്ക് കിട്ടുമെന്ന് ഉറപ്പ് വേണം. കാരണം നമുക്ക് അതിന്റെ കട്ട് ഓഫ് ഒരു അനാലിസിസും ചെയ്തു നോക്കാം, എങ്ങനെയാണ് കട്ട് ഓഫ് വന്നെന്നുള്ള. 2024 ബേസിസിൽ നോക്കുമ്പോൾ നമുക്കൊരു ഈ പറയുന്ന ഇപ്പോഴത്തെ കട്ട് ഓഫ് എന്തായാലും കൂടുമെന്നുള്ള ഒരു ബാർഗ്രാഫാണ് ഈ കാണിക്കുന്നത് അല്ലെ. കട്ട് ഓഫ് എക്സ്പെക്ടേഷൻ എന്ന് പറയുന്നത് 2024 വെച്ച് നോക്കുമ്പോൾ 25-ൽ കൂടാനേ ചാൻസ് ഉള്ളൂ, കുറയാൻ ചാൻസ് കുറവാണ്. കാരണം എന്താണ്, വാക്കൻസീസ് കുറവാണ്, ആപ്ലിക്കേഷൻസ് കൂടുതലായിരിക്കും വരുന്നത്.
അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് കുറച്ച് റിസ്കി ആണ് ഒരു കാര്യം എന്ന് പറഞ്ഞത്. പിന്നെ ഇപ്പോൾ എന്താണ് NTPC ഓരോ വർഷം നടത്തുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യം പ്രിപ്പയർ ചെയ്തവരൊക്കെ നന്നായിട്ട് ഫ്രഷ് ആയിട്ട് ഇരിക്കുകയാണ്. അവരുടെ ഒരു 1-2 മാർക്കിനാണ് അവർ മിസ്സായതെങ്കിൽ ഈ വർഷം എന്തായാലും അവർ എഴുതിയെടുക്കും. അപ്പൊ അതുകൊണ്ട് കൃത്യമായിട്ടുള്ള ഒരു കട്ട് ഓഫ് റേഞ്ച് കൂടാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പൊ അത് നമ്മൾ കൃത്യമായിട്ട് മെൻഷൻ ചെയ്യണം എല്ലാ കാറ്റഗറി എടുത്ത് നോക്കുമ്പോൾ. നോർമലി എപ്പോഴും കട്ട് ഓഫ് കുറഞ്ഞു നിൽക്കുന്ന ഒരു കാറ്റഗറി ഏതാണ്? നമ്മുടെ ST കാറ്റഗറിയാണ്, പിന്നെ SC കാറ്റഗറിയാണ്, പിന്നെ നോക്കുകയാണെങ്കിൽ ഈ പറയുന്ന EWS കാറ്റഗറി, OBC ജനറലും ഏകദേശം തുല്യമായിട്ട് തന്നെയാണ് എപ്പോഴും നിൽക്കാറുള്ളത്. അതുകൊണ്ട് OBC ജനറൽ ആണെന്ന് വിചാരിച്ച് സങ്കടപ്പെട്ട് കാര്യമില്ല. നമ്മൾ അതിനനുസരിച്ച് പ്രിപ്പയർ ചെയ്യാനായിട്ട് നോക്കുക. NTPC 2024 ഒരു ജനറൽ കട്ട് ഓഫ് എടുത്ത് നോക്കുമ്പോൾ 70 to 78 വരെ നമുക്ക് കട്ട് ഓഫ് വന്നിട്ടുണ്ട്. ഈ പറയുന്ന 2025 അത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതെന്ന് പറയുന്നത് 74 തൊട്ട് 82 വരെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. വിത്ത് നോർമലൈസേഷൻ തന്നെയാണ്. പക്ഷെ എങ്കിലും നമ്മളൊരു ടാർഗറ്റ് സ്കോർ എപ്പോഴും 75+ ആക്കിയാൽ മാത്രമേ നമുക്ക് അത്രത്തോളം കോൺഫിഡന്റ് ആയിട്ട് ഇരിക്കാൻ പറ്റത്തുള്ളൂ. അത് ശ്രദ്ധിക്കണം. ജനറൽ RRB NTPC 2024 70 to 78 ആണ് നിങ്ങൾക്ക് വന്നിട്ടുള്ളത്. മാർക്കിന്റെ ആ ഒരു സ്കോർ ലെവൽ എന്ന് പറയുന്നത് പല സ്ഥലങ്ങൾ എടുത്ത് നോക്കുമ്പോൾ. പക്ഷെ ഇപ്പോഴത്തെ എക്സ്പെക്ടേഷനിൽ നമ്മൾ പറയുന്നതെന്ന് പറഞ്ഞാൽ 74 to 82 വരെ വരാനുള്ള ചാൻസസ് ഉണ്ട്. OBC ആണെങ്കിൽ 67 to 75 ആയിരുന്നു RRB NTPC വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് 69 to 78 എന്നുള്ള ഒരു രീതിയിലാണ്. SCക്ക് ആണെങ്കിൽ 61 to 68 ഒരു ആവറേജ് ലെവലിൽ വന്നത്. അത് നമ്മൾ ഇപ്പോൾ എക്സ്പെക്ട് ചെയ്യുന്നു 64 to 75 വരെ. SC കുറച്ചും കൂടെ കൂടാനുള്ള ചാൻസ് ഉണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. SCക്ക് ആണെങ്കിലും 54 to 61 വന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ 56 to 68, ഏകദേശം 70-നകത്ത് നിൽക്കുന്ന റേഞ്ച് വരാം. EWSനായാലും ഏകദേശം 80-നോട് അടുപ്പിച്ച് നിൽക്കുന്ന വാക്കൻസി വരാനുള്ള ചാൻസസ് ഉണ്ട്. ഓക്കെ, അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക. സോൺ വൈസ് കട്ട് ഓഫ് വേരിയേഷൻ നോക്കുമ്പോൾ ഹൈ കട്ട് ഓഫ് എപ്പോഴും ഹൈ കോമ്പറ്റീഷൻ സോൺ എപ്പോഴും വരുന്നത് മുംബൈ, കൊൽക്കത്ത, ചണ്ഡീഗഡ് ആണ്. കാരണം ഏറ്റവും ആൾക്കാർ നോർത്ത് ഇന്ത്യൻസ് ഏറ്റവും കൂടുതൽ അപ്ലൈ ചെയ്യുന്ന അവിടെ ആയതുകൊണ്ടാണ്. അതുകൊണ്ട് മാക്സിമം നമ്മൾ മുംബൈ, കൊൽക്കത്ത, ചണ്ഡീഗഡ് ഒക്കെ ഒഴിവാക്കണം. മുംബൈയിൽ അപ്ലൈ ചെയ്യുന്നവരുണ്ട്, അത് സെൻട്രൽ റെയിൽവേ ആയിരിക്കണം. നോർത്ത് റെയിൽവേ, നോർത്തിലും വരാറുണ്ട് മുംബൈ, അതുപോലെ സെൻട്രൽ സോണിലും മുംബൈ വരാറുണ്ട്. അപ്പൊ മുംബൈ സെൻട്രൽ സോൺ ആണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല. പക്ഷെ നോർത്ത് സോണൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരുന്നത് ഹൈ കോമ്പറ്റീഷൻ സോൺ ആണ്. അവിടെ അത്യാവശ്യം നല്ല എന്താണ് ജനറലി ഉള്ള മാർക്കിനേക്കാളും 2 to 5 പോയിന്റ്സ് എന്ത് ചെയ്യും അവിടെ എന്തായിരിക്കും കൂടുതലായിരിക്കും, കട്ട് ഓഫ് കയറിയായിരിക്കും വരുന്നത്. അതുപോലെ ഈസ്റ്റേൺ സ്റ്റേറ്റ്സ് ആണ് രണ്ടാമത്, റിലേറ്റീവ്ലി ഒരു മോഡറേറ്റ് കട്ട് ഓഫ് ആയിട്ടായിരിക്കും വരുന്നത്. അതായത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിലേക്ക് എന്താണ് നമ്മൾ വലുതായിട്ട് ഫോക്കസ് ചെയ്യാറില്ല. നിങ്ങൾക്ക് അറിയാലോ, കുറച്ചൊന്ന് ഈ പറയുന്ന പോലെ കാട് ടൈപ്പ് ഓഫ് ഏരിയാസ് ആണ്, കുറച്ച് ഫോറസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഏരിയ ആണ്. നമുക്ക് വലിയ പരിചയമൊന്നും ഇല്ലാത്ത ലാംഗ്വേജ് ആണ്. നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഫുഡിന്റെ കാര്യത്തിലായാലും പല രീതിയിലും ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്യുന്ന ഒരു ഏരിയ ആണ്. ഈസ്റ്റേൺ സ്റ്റേറ്റ്സിലും ഒരു മോഡറേറ്റ് കട്ട് ഓഫ് ആയിരിക്കും വരുന്നത്. പിന്നെ വരുന്നത് നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിലാണ് കമ്പാരിറ്റീവ്ലി ലോവർ കട്ട് ഓഫ്സ് വരുന്നത്. പക്ഷെ നമ്മൾ ഇങ്ങനെയൊക്കെ അപ്ലൈ ചെയ്യാൻ നിന്നാൽ, ഈ ഇങ്ങനെയുള്ള സോണുകൾ നോക്കി അപ്ലൈ ചെയ്ത് നിന്നാൽ നമുക്ക് ചിലപ്പോൾ കിട്ടുമായിരിക്കും നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സ് ഒക്കെ വെച്ചാൽ. പക്ഷെ നമ്മുടെ ലൈഫ് മൊത്തത്തിൽ എന്താണ് ഒന്ന് സർവൈവ് ചെയ്യാൻ ബുദ്ധിമുട്ടുന്ന ഒരു സ്ഥലങ്ങളാണ് ഈ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സും ഈസ്റ്റേൺ സ്റ്റേറ്റ്സ് എന്ന് പറഞ്ഞത്. അപ്പൊ നമ്മൾ അത്രയും വില്ലിങ് ആണ്, നമുക്ക് എങ്ങനെയും ഒരു ജോലി കിട്ടണമെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അതർവൈസ് നോ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ആണ് വരുന്നത്. നമുക്ക് എപ്പോഴും സൗത്ത് സോൺ ഉണ്ട്. സൗത്ത് സോണിൽ എവിടെയെങ്കിലും കിട്ടാനുള്ള ഒരു എഫേർട്ട് നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ട് എടുത്താൽ മതി. നമുക്ക് ഒരുപാട് സോൺ വരുന്നുണ്ട്. ഈ പറയുന്ന ബാംഗ്ലൂർ ആയിക്കോട്ടെ, ചെന്നൈ ആയിക്കോട്ടെ, ട്രിവാൻഡ്രം ആയിക്കോട്ടെ, സിക്കന്ദരാബാദ് ആയിക്കോട്ടെ, ഈവൻ കൊൽക്കത്തയൊക്കെ നമുക്ക് ചെറിയ ഒരു ഭാഗമൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ നോക്കാം. അല്ലെങ്കിൽ ജാർഖണ്ഡ് പോലെയുള്ള, ബിലാസ്പൂർ പോലെയുള്ള പല കാര്യങ്ങളും നമുക്ക് നോക്കാൻ പറ്റുന്നതാണ്. നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇത് ചെയ്യാൻ റെഡി ആണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് കിട്ടുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ കമ്പാരിറ്റീവ്ലി ലോവർ കട്ട് ഓഫ് എപ്പോഴും നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിലായിരിക്കും വരുന്നത് കേട്ടോ. ഇനി നമുക്ക് കട്ട് ഓഫ് 2024 കട്ട് ഓഫ് നമുക്ക് നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും എവിടെയാണ് കൂടുതൽ. ഇപ്പൊ ഈ ചെന്നൈ, ബാംഗ്ലൂർ, കാരണം നമ്മൾ വെക്കുന്നെങ്കിൽ ഇത്ര സോൺ ആയിരിക്കില്ലേ വെക്കുന്നത്, ചെന്നൈ, ബാംഗ്ലൂരു, തിരുവനന്തപുരം, സിക്കന്ദരാബാദ്. ഇതിൽ ഇനി എവിടെയാണ് കട്ട് ഓഫ് നോർമലി കൂടി നിന്നതെന്നുള്ളൊരു കാര്യം കൂടെ നിങ്ങളെ മനസ്സിലാക്കാനാണ് ഈ ഒരു PDF വെച്ചിരിക്കുന്നത്. ഇപ്പൊ ചെന്നൈയിലാണെങ്കിൽ നമുക്ക് വന്ന കട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ ജനറൽ കാൻഡിഡേറ്റ്സിന് 72 ആണ്. ശ്രദ്ധിക്കുന്നുള്ള 72 കട്ട് ഓഫ് വന്നു ചെന്നൈയില്. OBCക്ക് 69 അവിടെ തന്നെ വന്നു. SCക്ക് 57, STക്ക് 46 ആണ് വരുന്നത്. ബാംഗ്ലൂരു ആകുമ്പോൾ ജനറലിന് 64 കട്ട് ഓഫ് ആണ് വന്നത്. കഴിഞ്ഞ വർഷം ബാംഗ്ലൂരിന് കുറച്ച് വാക്കൻസി കുറവാണ്, വലിയ കുറവല്ല എന്നാലും കുറവായതുകൊണ്ട് ഒരുപാട് പേരൊന്നും അപ്ലൈ ചെയ്തില്ല. അതുകൊണ്ട് തന്നെ ജനറൽ കാൻഡിഡേറ്റിന് അവിടെ 64 വന്നത്. OBCക്ക് 57.28 ഇതാണ് വന്നത്. SCക്കും STക്കും ഒക്കെ വളരെ കുറവായിട്ടുള്ള ഒരു കട്ട് ഓഫ് ആണ് വന്നിട്ടുള്ളത്. ഇനി അടുത്ത ട്രിവാൻഡ്രം എടുത്ത് നോക്കുമ്പോൾ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം ട്രിവാൻഡ്രത്ത് നല്ലപോലെ ആൾക്കാർ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ 79.75 വരെ നമുക്ക് തിരുവനന്തപുരത്ത് കട്ട് ഓഫ്. നോർമലി ട്രിവാൻഡ്രത്ത് കട്ട് ഓഫ് ഇച്ചിരി കൂടുതലാണ്. അതെപ്പോഴും അങ്ങനെ തന്നെയാണ് വരുന്നത്. കാരണം തിരുവനന്തപുരത്ത് എപ്പോഴും വാക്കൻസി കുറവോടും ആൾക്കാർ അത്ര അപ്ലൈ ചെയ്യും. അപ്പൊ ആ ഒരു ബുദ്ധിമുട്ട് വരാറുണ്ട് എപ്പോഴും. OBCക്ക് 75 വന്നു, SCക്ക് 56, STക്ക് 36. സിക്കന്ദരാബാദിലാണെങ്കിൽ ജനറൽ കാൻഡിഡേറ്റ്സിന് 77 വന്നായിരുന്നു. അന്ന് കഴിഞ്ഞ പ്രാവശ്യം സിക്കന്ദരാബാദിന് അത്യാവശ്യം നല്ല വാക്കൻസീസ് വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ്
77ഓളം വാക്കൻസീസ് അവിടെ റിപ്പോർട്ട് ചെയ്തിരുന്നു. 77ഓളം കട്ട് ഓഫ് വന്നിട്ടുണ്ടായിരുന്നു. OBCക്ക് 72ഓളം വന്നു. അപ്പൊ ഏകദേശം നമ്മൾ നോക്കുമ്പോൾ അത്യാവശ്യം കുറവ് എവിടെയായിരുന്നു വന്നത്? കഴിഞ്ഞ പ്രാവശ്യം ബാംഗ്ലൂർ ബേസ് ചെയ്താണ് വന്നത്. അപ്പോൾ ഇതെല്ലാം നോക്കിയിട്ട് വേണം, നിങ്ങളുടെ കട്ട് ഓഫ് റേഞ്ചും എല്ലാം കൃത്യമായി മനസ്സിലാക്കി വാക്കൻസി എവിടെയായിരിക്കും എന്ന് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കൂടുതൽ, അതുപോലെ നിങ്ങൾക്ക് എത്രത്തോളം മാർക്ക് കിട്ടും എന്നൊക്കെ ഉള്ളൊരു പെർഫെക്റ്റ് ഐഡിയ ഉണ്ടെങ്കിൽ നിങ്ങൾ സോൺ ബേസ് ചെയ്ത് സെലക്ട് ചെയ്ത് കൊടുക്കാവൂ കേട്ടോ. അപ്പൊ അതൊക്കെ നോക്കണം നിങ്ങൾ കൃത്യമായിട്ട്. നമ്മൾ നോക്കേണ്ട കുറെ കാര്യങ്ങളാണ് ഈ കട്ട് ഓഫ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് പഠിക്കണം. എന്തായാലും മനസ്സിലായി കാണും, 70+ മാർക്ക് എന്തായാലും വാങ്ങിച്ചാലേ നമുക്ക് നോർമലൈസേഷനും കൂടി നല്ലൊരു മാർക്ക് നമ്മുടെ കയ്യിൽ ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ ആ കട്ട് ഓഫ് ക്ലിയർ ആവുള്ളൂ. ആ ഒരു കാര്യം നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം. അപ്പൊ നമ്മുടെ മൈൻഡിൽ ഉണ്ടാവുന്ന ഒരു സ്മാർട്ട് സ്ട്രാറ്റജിയിൽ എന്ത് വരണം? ടാർഗറ്റ് എപ്പോഴും 75+ ആവണം എന്നുള്ളൊരു കാര്യം നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടായേ പറ്റുള്ളൂ. എയിം ഫോർ സ്കോർസ് എബോ 75+. നമ്മളിപ്പോ ചിന്തിക്കേണ്ടത് എന്തിനെ കുറിച്ചാണ്? CBT 1. നമുക്കറിയാം CBT 2 ഉണ്ട്. കാരണം ഫസ്റ്റ് NTPC ഇപ്പൊ 2024 നടന്ന NTPCയുടെ CBT 2 ഇപ്പൊ നടക്കാൻ പോകുന്നതേ ഉള്ളൂ. അപ്പൊ CBT 1 ആണ് ഇപ്പൊ നമ്മുടെ എന്തെന്ന് പറയുന്നത്, ലക്ഷ്യം എന്ന് പറയുന്നത്. നമ്മൾ പഠിക്കേണ്ട സബ്ജക്ട്സ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. മാത്സ്, റീസണിങ്, അതുപോലെ തന്നെ എന്താണ് GK സബ്ജക്ട്. GK എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്ത് വരുന്നുണ്ട്? ജനറൽ സയൻസും കൂടെ വരുന്നുണ്ട്. അപ്പൊ നമ്മുടെ സ്കോർ ലെവൽ ഇപ്പൊ നമ്മൾ ടാർഗറ്റ് ചെയ്യേണ്ടത്, ഇപ്പോഴത്തെ ഒരു കോമ്പറ്റീഷൻ ലെവൽ വെച്ച് നോക്കുമ്പോൾ 75+ എങ്കിലും വാങ്ങിക്കാനായിട്ട് നമ്മൾ നോക്കണം. ഓക്കെ, നമ്മുടെ ഭാഗത്തുനിന്ന് അത്രയും എഫേർട്ട് ഉണ്ട്. കാരണം നമ്മൾ പഠിച്ചില്ലെങ്കിലും ബാക്കിയുള്ള ആൾക്കാരെല്ലാം പഠിക്കുന്നുണ്ട്. അപ്പൊ അവര് പഠിച്ചൊരു നല്ല മാർക്ക് വാങ്ങിച്ചാൽ പിന്നെ നമുക്ക് അവിടെ ഒരു ചാൻസ് ഇല്ല. അതുകൊണ്ട് തന്നെ 75+ മാർക്ക് നമ്മൾ മേടിക്കാനായിട്ട് ശ്രമിക്കുക. എപ്പോഴും ആ ഒരു മാർജിൻ നമ്മൾ കീപ്പ് ചെയ്യുക. 75 മാർക്ക് ഞാൻ വാങ്ങിക്കും, ബാക്കി നോർമലൈസേഷൻ കിട്ടി ഞാൻ അങ്ങ് ജയിച്ചാലും കുഴപ്പമില്ല. പക്ഷെ നമ്മൾ ആ ഒരു സേഫ്റ്റി സ്കോർ നമ്മൾ ഉണ്ടാക്കി എടുത്ത് വെച്ചേക്കണം. അതുപോലെ മെയിൻറ്റെയിൻ 90% ആക്യുറസി. കാരണം നമുക്ക് കിട്ടുന്ന സമയത്ത് നമ്മൾ മാക്സിമം എഴുതുന്ന ക്വസ്റ്റ്യൻ, കാരണം നമ്മൾ അറ്റംപ്റ്റ് ചെയ്യുന്നത് ചിലപ്പോൾ നമുക്ക് കുറെ അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലായിരിക്കും. ഒരു 70ഓളം ക്വസ്റ്റ്യൻ ആണ് നമ്മൾ അറ്റംപ്റ്റ് ചെയ്തത്, അല്ലെങ്കിൽ പറയുന്ന പോലെ 60ഓളം ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്തു. ആ 60 ക്വസ്റ്റ്യനും ശരിയാക്കാനുള്ള ഒരു മെന്റാലിറ്റി ഉണ്ടാക്കിയെടുക്കുക. നമ്മൾ എപ്പോഴും ആക്യുറസി കീപ്പ് ചെയ്യാനായി നോക്കുക. ഇപ്പൊ 75 അല്ലെങ്കിൽ 80 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തു, 80 ക്വസ്റ്റ്യനിൽ ഞാൻ എനിക്ക് ഒരു 15 തെറ്റിപ്പോയെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല. അതുകൊണ്ട് എപ്പോഴും ആ ആക്യുറസി മെയിൻറ്റെയിൻ ചെയ്തു വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ. ഹൈ ആക്യുറസി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ നെഗറ്റീവ് മാർക്ക് പ്രിവെന്റ് ചെയ്യാം. കാരണം നമുക്ക് നെഗറ്റീവ് മാർക്ക് ഉണ്ട്. 1/3 ആണ് നെഗറ്റീവ് വരുന്നത്. 3 ക്വസ്റ്റ്യൻ തെറ്റിയ 1 മാർക്ക് പോയി. അപ്പൊ നമ്മൾ കഷ്ടപ്പെട്ട് വാങ്ങിച്ച 3 ഈ പറയുന്ന 1 മാർക്കാണ് പോകുന്നത്. അത് മാത്രമല്ല 3 ക്വസ്റ്റ്യൻസ് അവിടെ എന്ത് ചെയ്യാണ്? യൂസ് അല്ലാതായി പോവുകയാണ്. അപ്പൊ അത് നിങ്ങൾ ശ്രദ്ധിക്കണം. എപ്പോഴും നിങ്ങളുടെ കയ്യിലാണ് എല്ലാം ഇരിക്കുന്നത്. അപ്പൊ ആ ഒരു 100% അല്ലെങ്കിൽ ഒരു 90% ആക്യുറസി കീപ്പ് ചെയ്യുക. നിങ്ങൾക്ക് ഇപ്പൊ GK അറിയില്ല എന്നുണ്ടെങ്കിൽ കറക്കി കുത്താതിരിക്കുക. അല്ലെങ്കിൽ എനിക്ക് 2 ഓപ്ഷൻ സംശയമുണ്ട്, അതിൽ ഒന്നാണെന്ന് വിചാരിക്കുന്നെങ്കിൽ നമ്മൾ ആ ഒരു കറക്റ്റ് ലോജിക്കൽ വേയിൽ മാത്രമേ, എപ്പോഴും പ്രാക്ടിക്കലായിട്ട് മാത്രമേ എക്സാംസിനെ കാണാവൂ. ഒരിക്കലും നിങ്ങൾ അതൊരു തമാശയായിട്ട് കാണാതിരിക്കുക. പിന്നെ നമുക്ക് ഏറ്റവും ബെസ്റ്റ് യൂസ് എന്ന് പറയുന്നത് സെക്ഷണൽ മോക്ക് തന്നെയാണ്. നമ്മൾ ഓരോ സബ്ജക്റ്റും കൃത്യമായി പഠിക്കണം, ഓരോ ചാപ്റ്റേഴ്സും കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. എവിടെ നിന്നാണ് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ കണ്ടാൽ മനസ്സിലാവണം. ഈ ഫോർമുലയാണ് നിങ്ങൾ യൂസ് ചെയ്യേണ്ടത്. അപ്പൊ ആ ഒരു രീതിയിൽ നിങ്ങളുടെ വീക്ക് ഏരിയാസ് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യാൻ നിങ്ങളുടെ മോക്ക് ടെസ്റ്റുകൾ സഹായിക്കും. അതുപോലെ നിങ്ങളുടെ സ്പീഡ്, ആക്യുറസി എല്ലാം ഇംപ്രൂവ് ചെയ്യാൻ നിങ്ങളെ സെക്ഷണൽ മോക്കുകൾ സഹായിക്കും. NTPC ഈ പറയുന്ന റെയിൽവേ ഗ്രൂപ്പിലാണ് വരുന്നത്. അതുകൊണ്ട് റെയിൽവേയിൽ നിങ്ങൾക്ക് ഒരു മാർക്ക് മേടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ കൊണ്ട് സാധിക്കുന്ന കാര്യമാണ്. SSCയുടെ നില എടുത്ത് നോക്കുമ്പോൾ റെയിൽവേയിൽ എന്തായാലും നിങ്ങൾക്ക് സ്കോർ മേടിക്കാൻ പറ്റും. നിങ്ങൾ അത്രത്തോളം പ്രിപ്പയർഡ് ആണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളെ കൊണ്ട് സാധിക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ വരുന്നത് റെഗുലർ റിവിഷൻ സൈക്കിളാണ്. നിങ്ങൾ എന്താണോ പഠിക്കുന്നത് അത് കംപ്ലീറ്റ്ലി വിട്ടുപോകാതെ അതിനെ വീണ്ടും റിവൈസ് ചെയ്യാനുള്ള ഒരു മെന്റാലിറ്റി ഉണ്ടാക്കിയെടുക്കുക. എല്ലാ നോട്ട്സും പ്രിപ്പയർ ചെയ്ത് വെക്കുക. ആ പ്രിപ്പയർ ചെയ്തിട്ടുള്ള നോട്ട്സിനെ ഇടയ്ക്കെടുത്തെടുത്ത് വായിച്ച് നോക്കുക. അത് മാത്സ് ആയിക്കോട്ടെ, മാത്സിലെ ഫോർമുലാസ് ആയിക്കോട്ടെ, ഈവൻ GK ആയിക്കോട്ടെ, GK റിലേറ്റഡ് ടോപ്പിക്സ് ആയിക്കോട്ടെ. ഇപ്പൊ നിങ്ങൾ ഒരു GKയുടെ ഒരു കാര്യം പഠിച്ചു, ഒരു സ്റ്റേറ്റിനെ കുറിച്ചാണ് പഠിച്ചതെങ്കിൽ ആ സ്റ്റേറ്റിൽ വരുന്ന ഡിഫറെന്റ് കാര്യങ്ങൾ നിങ്ങൾ പിന്നെ എപ്പോഴെങ്കിലും ഒക്കെ പഠിക്കും. അതൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് ജസ്റ്റ് ബേക്കിൽ വന്നിങ്ങനെ എന്ത് ചെയ്യുക, ഒന്നും കൂടെ എന്ത് ചെയ്യുക, റിഫ്രഷ് ചെയ്ത് എടുക്കാനായിട്ട് ശ്രമിക്കുക. എപ്പോഴും നിങ്ങളുടെ മൈൻഡിൽ എപ്പോഴും എന്ത് ചെയ്യണം, ഒരു കോർഡിനേഷൻ ഉണ്ടായിരിക്കണം. ഞാൻ ഇത് മുന്നേ പഠിച്ചതാണെന്നുള്ളൊരു ഒരു അനാലിസിങ് കൃത്യമായിട്ട് ശ്രദ്ധിക്കണമെങ്കിൽ അത് റിവിഷനിലൂടെ മാത്രമേ നിങ്ങൾക്ക് പറ്റുള്ളൂ. അപ്പൊ കൃത്യമായിട്ട് റിവിഷൻസ് ചെയ്യുക. പിന്നെ വരുന്നത് കോമ്പറ്റീഷൻ ഇന്റൻസിറ്റി. നമ്മൾ ഇപ്പൊ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മോർ വാക്കൻസി ഉണ്ടെങ്കിൽ നമുക്ക് എന്താണ്, ഹയർ ആസ്പിറന്റ് നമ്പേഴ്സ് ആയിരിക്കും വരുന്നത്. അപ്പോൾ ഉള്ള വാക്കൻസിയിൽ എന്ത് ചെയ്യുക, നമ്മൾ മാക്സിമം നമ്മുടെ കൊടുക്കാൻ നോക്കുക. അല്ലാതെ വാക്കൻസി ഇനി കൂടുമോ അല്ലെങ്കിൽ കുറയോ ഇങ്ങനെ ഒന്നും ചിന്തിക്കേണ്ട കാര്യമല്ല. തന്ന വാക്കൻസിയിൽ ഒരാളാവുക എന്നുള്ളൊരു ലക്ഷ്യം തന്നെ എപ്പോഴും മൈൻഡിൽ കരുതുക. എപ്പോഴും ടഫർ കോമ്പറ്റീഷൻസ് ഉണ്ടാവും, നമ്മുടെ എക്സ്പെക്ട് ചെയ്യണം നമ്മൾ. കാരണം ഈ പറയുന്ന പോലെ എല്ലാവരും നന്നായിട്ട് പഠിച്ചിരിക്കുന്നത് ചിലപ്പോൾ 2-3 തവണ എഴുതി അതിലേക്ക് പ്രിപ്പയർ ആയവരായിരിക്കാം. CBT 2 ക്ലിയർ ചെയ്യാതെ വീണ്ടും CBT 1 എഴുതുന്നവരായിരിക്കാം കൂടുതൽ. അതുകൊണ്ട്
നിങ്ങളുടെ മുന്നിൽ ഇരിക്കുന്ന കോമ്പറ്റീറ്റേഴ്സ് എന്ന് പറയുന്നത് നന്നായിട്ട് പ്രിപ്പയർഡ് ആയവരാണ്. അപ്പൊ അവരുടെ കൂടെ പിടിച്ചു നിൽക്കണമെങ്കിൽ നമ്മളും അവരൊപ്പം എത്തിയേ പറ്റുള്ളൂ. അപ്പൊ ആ ഒരു രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കൂടുതൽ ശ്രദ്ധിക്കുക, വാക്കൻസീസ് എന്ത് ചെയ്യുക, മനസ്സിലാക്കി ആ ഒരു ടഫർ കോമ്പറ്റീഷൻ ഉണ്ടാവും എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. എപ്പോഴും ആക്യുറസി ഓവർ സ്പീഡ് തന്നെയാണ് ശ്രദ്ധിക്കേണ്ടത്. സ്പീഡിൽ നമ്മളൊരു കാര്യം കാരണം നമുക്ക് സമയം കുറവാണ്. അപ്പം സ്പീഡിൽ ചെയ്തു വരുമ്പോൾ അവിടെ കാൽക്കുലേഷൻ തെറ്റി, ഇവിടെ കാൽക്കുലേഷൻ തെറ്റി, അറിയാതെ ഈ ഒരു ഓപ്ഷനാണ് പ്രസ് ചെയ്തു പോയത്, ഇങ്ങനെയൊന്നും പിന്നെ പറഞ്ഞ കാര്യമില്ല. അതുകൊണ്ട് എപ്പോഴും ചെയ്യുന്ന കാര്യം കൃത്യമായിട്ട് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അത് ചെയ്യണമെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് എക്സാം എഴുതി പരിചയം ഉണ്ടാവണം. നിങ്ങൾ അതുകൊണ്ടാണ് മോക്ക് ടെസ്റ്റുകൾ എടുക്കണം എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ നന്നായിട്ട് ചെയ്ത് പഠിക്കുക. ആ ഏരിയാസ് തന്നെ ഫോക്കസ് ചെയ്ത് പഠിക്കുക. ഉറപ്പായിട്ടും അത് ഇത് തന്നെയായിരിക്കും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഉണ്ടാവുക. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റ് കൃത്യമായിട്ട് ക്ലിയർ ചെയ്യാനായിട്ട് നോക്കുക. എപ്പോഴും ജനറൽ അവയർനെസ്സിൽ ഒരു ഡോമിനൻസ് ഉണ്ടാക്കിയെടുക്കുക. കാരണം ഈ പറയുന്ന പോലെ മാത്സ്, റീസണിങ് ഒക്കെ എല്ലാവരും ചെയ്യുന്ന കാര്യമാണ്. കാരണം നമ്മൾ പഠിക്കുന്നത് സേവ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ തിയറീസ് ആണ്. ആ തിയറി ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ അതിൽ നമുക്ക് ഏറ്റവും ബെസ്റ്റ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവരെ കൊണ്ടും പറ്റുന്ന കാര്യമാണ്. നമുക്ക് പിന്നെ അവിടെ ഒരു ചാലഞ്ചിങ് ആയിട്ട് വരുന്നത് ഏത് മാത്രമാണ്, GK മാത്രമാണ്. കാരണം GK ഒരു വാസ്റ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അത് ചിലർ പഠിക്കുന്നത് ചില രീതിയിലാണ്, മറ്റൊരു പഠിക്കുന്നത് മറ്റൊരു രീതിയിലാണ്. അപ്പൊ എല്ലാവർക്കും ഒരുപോലെ അല്ല ഈ പറയുന്ന GK പഠിക്കുന്നത്. GK കൺട്രോൾഡ് ആയിട്ടുള്ള കുറെ ഡിവിഷനിങ്സ് ഉണ്ട്. കാരണം ഓരോ സബ്ജക്ട് ബേസിൽ ചിലർക്ക് ചില സബ്ജക്റ്റ് ആയിരിക്കും ഇഷ്ടം, ചിലർക്ക് ഒട്ടും പറ്റാത്ത കുറെ സബ്ജക്ട്സുകൾ കാണും. അപ്പോൾ എവിടെയാണോ GKയിൽ നിങ്ങൾക്ക് സ്ട്രോങ് ആയിട്ട് എടുക്കാൻ പറ്റുന്നത് ആ പോയിന്റ്സുകൾ നിങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ഡോമിനന്റ് ആവാൻ നോക്കുക. കറണ്ട് അഫേഴ്സ് ഡെയിലി വായിച്ച് ശീലിക്കുക. എന്തൊക്കെയാണ് കറണ്ട് അഫേഴ്സ് റിലേറ്റഡ് ആയിട്ട് വരുന്നതെന്ന് നോക്കുക. നിങ്ങൾ GKയിൽ ഒരു മാസ്റ്റർ ആവാൻ തന്നെ എപ്പോഴും ശ്രമിക്കണം. GK എന്ത് ചെയ്യുക, നിങ്ങളുടെ ഡെയിലി ലൈഫിലായാലും നിങ്ങൾക്ക് യൂസ് ആവും. നിങ്ങൾക്ക് ആരുടെ മുമ്പിലായാലും പിടിച്ചു നിൽക്കാനായിട്ടുള്ള ഒരു കഴിവും GK എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടാക്കി തരും. അപ്പൊ അതുകൊണ്ട് GKയുടെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള നോളജിലേക്ക് നിങ്ങൾ എത്തുക കേട്ടോ. ഡെയിലി അപ്ഡേറ്റ് ചെയ്യുക. പിന്നെ റീസണിങ്ങിന്റെ കാര്യം നമുക്ക് വരുന്നത് സ്പീഡാണ്. റീസണിങ്ങിൽ നമ്മൾ സ്പീഡ് ഉണ്ടാക്കണം. കാൽക്കുലേഷൻ സ്പീഡുകൾ നമ്മൾ ചെയ്യുന്നത് പസിൽസ് അല്ലെങ്കിൽ സീറ്റിംഗ് അറേഞ്ച്മെന്റ്സ് ഹൈ സ്കോറിംഗ് ആയിട്ടുള്ള സാധനമാണ്. പക്ഷെ എന്താണ്, കുറച്ച് ടൈം എഫക്റ്റീവ് ആയിട്ട് അല്ലെങ്കിൽ കുറച്ച് ടൈം എടുക്കുന്ന സാധനമാണ്. പക്ഷെ നമ്മളായിട്ട് എന്ത് ചെയ്യുക, അതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടത്തണം. ഇങ്ങനെയൊക്കെയാണ് 2024 കാര്യങ്ങൾ വന്നത്. അപ്പൊ ഈ 2025 നമ്മൾ ആ തെറ്റുകളെല്ലാം കവർ ചെയ്ത് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യണം ഒരു ഐഡിയയിൽ നമ്മൾ എത്തിച്ചേരണം. അപ്പൊ ആ ഒരു കാര്യമാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ ഈ പറഞ്ഞ പോലെ കൃത്യമായ സേഫ് സ്കോർ ടാർഗറ്റ് ചെയ്ത്, ഏതാണ് സേഫ് സ്കോർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 75+ മാർക്ക് സ്കോർ ചെയ്യണമെങ്കിൽ നിങ്ങൾ പോവേണ്ട കുറച്ച് വഴികളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എങ്ങനെയാണ് അതിലേക്ക് നേരിടേണ്ടത് എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. GKയിൽ സ്ട്രോങ് ആവുക, മാത്സ് റീസണിങ് പക്കയാക്കുക. നിങ്ങൾ കൃത്യമായിട്ട് എന്താണ് ഒരു ക്വസ്റ്റ്യൻ കണ്ടാൽ മനസ്സിലാവണം അത് ഈ ഒരു ചാപ്റ്ററിലെയാണ്. ഒരുപാട് ടൈം വേസ്റ്റ് ചെയ്യാതെ ഏറ്റവും നന്നായിട്ട് കാൽക്കുലേഷൻ മുന്നേ ചെയ്ത് തീർക്കാനുള്ള ഒരു എഫക്റ്റിലേക്ക് നിങ്ങൾ എത്താം. അപ്പൊ അതിന് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തേ പറ്റുള്ളൂ. അപ്പൊ ഇനി വരാൻ പോകുന്ന NTPC നേടണം എന്നുള്ളൊരു ചിന്ത മൈൻഡിൽ ഉണ്ടാക്കിയെടുക്കണം. മുന്നത്തെ കാര്യങ്ങളൊന്നും ചിന്തിക്കേണ്ട, ഒരിക്കലും നമ്മൾ പറ്റിയില്ല എന്നുള്ളൊരു കാര്യമൊന്നും ചിന്തിക്കാതെ അടുത്തത് എന്തായാലും പറ്റും എന്നുള്ള രീതിയിൽ തന്നെ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. അപ്പൊ നിങ്ങളെ കൊണ്ട് പറ്റുന്ന കാര്യമാണ്, എല്ലാവരെ കൊണ്ടും പറ്റുന്ന കാര്യമാണ്. മാക്സിമം ശ്രമിക്കുക. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു പറയുന്ന പോലെ ഈ NTPCയുടെ ഒരു സ്ട്രാറ്റജി മനസ്സിലാക്കി തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഈ പറയുന്ന മാത്സ് എന്തിനാണ് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യമാണ്. എത്ര ക്വസ്റ്റ്യൻസ് ഡെയിലി വർക്ക്ഔട്ട് ചെയ്യണം, റീസണിങ് എങ്ങനെയാണ് പഠിക്കേണ്ടത്, ജനറൽ അവയർനെസ് എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നൊക്കെ ഉള്ള ഒരു കൃത്യമായ ആകെ 3 സബ്ജക്ട്സ് ആണ് നിങ്ങൾക്ക് വരുന്നത്. ആ 3 സബ്ജക്ട്സ് കൃത്യമായി ടൈം ഡിവിഷനിങ് കൊടുത്ത് ടൈം മാനേജ് ചെയ്ത് അതിന് വേണ്ടിയായിട്ട് എഫേർട്ട് ഇട്ട് പഠിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളെ കൊണ്ട് സാധിക്കുന്ന കാര്യമാണ് 70+ മാർക്ക് വാങ്ങിക്കുക അല്ലെങ്കിൽ 75+ മാർക്ക് മേടിക്കുക എന്നുള്ളത്. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഭാഗ്യം നിങ്ങളായിട്ട് തട്ടിക്കളയരുത്. അപ്പോൾ മാത്സ് ഫോക്കസ് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, ഷോർട്ട് കട്ടുകൾ ട്രൈ ചെയ്യുക. ഏതെങ്കിലും ഒരു ഫോർമുലാസ് എല്ലാം മാസ്റ്റർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അത് ഒരു നോട്ട്ബുക്കിൽ സെപ്പറേറ്റ് ആയിട്ട് എഴുതി വെക്കുക. ഫോർമുല റിവിഷൻ നോട്ട്ബുക്ക് എന്ന് പറയുന്ന ഒരു ബുക്ക് തന്നെ ഉണ്ടാക്കുക. അതിലേക്ക് എഴുതി പഠിക്കുക. നിങ്ങളായിട്ട് അതിന് വേണ്ടിയായിട്ട് എഫേർട്ട് എടുക്കണം. നിങ്ങൾ ആ ഒരു സ്റ്റഡി എന്ത് ചെയ്യുക, ഭയങ്കരമായിട്ടും ഇഷ്ടത്തോടെ ചെയ്ത് നോക്കുക. ഇഷ്ടമായിട്ട് ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾ പിന്നെ അതിലെ ആ ഒരു ട്രാക്കിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ബാക്കിലോട്ട് വലിക്കാൻ ആർക്കും പറ്റത്തില്ല. അപ്പൊ അതിന് വേണ്ടിയായിട്ടുള്ള എഫേർട്ട് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവട്ടെ. അപ്പോൾ പ്രാക്ടീസ് 20 to 30 ക്വസ്റ്റ്യൻസ് ഡെയിലി. അതുപോലെ തന്നെ ഓരോ ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞാലും ആ ചാപ്റ്ററിനനുസരിച്ചുള്ള മോക്ക് ടെസ്റ്റുകളും സെക്ഷണൽ ടെസ്റ്റുകളും അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ ഫോർമുല റിവിഷൻ നോട്ട്ബുക്ക് ഉണ്ടാക്കുക. പിന്നെ എപ്പോഴും ബേസിക്സുകൾ ക്ലിയർ ചെയ്ത് പോകുക. അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ മാത്സ് എന്ന് പറയുന്നത് ലിങ്ക്ഡ് ചാപ്റ്റേഴ്സ് ആണ്. ഈ പറയുന്ന പോലെ പെർസെൻറ്റേജ് ലിങ്ക് ചെയ്തായിരിക്കും റേഷ്യോ കിടക്കുന്ന, റേഷ്യോ ലിങ്ക് ചെയ്തായിരിക്കും ആവറേജ് കിടക്കുന്ന, ആവറേജ് ബേസ് ചെയ്തിട്ടായിരിക്കും മറ്റ് ഈ പറയുന്ന പ്രോബബിലിറ്റി പോലെയുള്ള പല കാര്യങ്ങളും വരുന്നത്, പ്രോഫിറ്റ് ലോസ് കോൺസെപ്റ്റുകൾ വരുന്നത്. അപ്പോൾ ഇതെല്ലാം എത്തിച്ചേരണമെങ്കിൽ നിങ്ങൾക്ക് ആ ബേസ്
കൃത്യമായിരിക്കും. അപ്പോൾ ഓരോ ചാപ്റ്ററും കൃത്യമായി ഫൗണ്ടേഷൻ കൊടുത്ത് വേണം പോകാൻ. ചാടിക്കേറി ഒന്നും പോകണ്ട. നിങ്ങൾ പറ്റുന്ന ചാപ്റ്റേഴ്സ് മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് പഠിക്കുക. അതായത് നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അതിന്റെ എല്ലാ ടൈപ്സുകളും എല്ലാ ഐഡിയാസും കവർ ചെയ്ത് തന്നെ പോകാനായിട്ട് ശ്രമിക്കുക. റീസണിങ്ങിലാണെങ്കിൽ സ്പീഡും ആക്യുറസിയും ആണ് ബിൽഡ് ചെയ്യേണ്ടത്. ടൈംഡ് പ്രാക്ടീസ് ആയിരിക്കണം. ഇത്ര മിനിറ്റിനുള്ളിൽ ഞാൻ റീസണിങ് കവർ ചെയ്യണം എന്നുള്ള ഒരു ഐഡിയോളജിയിൽ എത്തിച്ചേരണം. അത് കഴിഞ്ഞ് പ്രയോറിറ്റൈസ്, പസിൽസ്, കോഡിംഗ്, ഡീകോഡിംഗ് ഒക്കെ പ്രയോറിറ്റൈസ് ചെയ്ത് അതിനുവേണ്ടി വർക്ക് ചെയ്യുക. ABCD ക്വസ്റ്റ്യൻസ് എങ്ങനെ വർക്ക് ചെയ്യണം, 1, 2, 3 ക്വസ്റ്റ്യൻസ് എങ്ങനെ വർക്ക്ഔട്ട് ചെയ്യണം, ഫിഗർ ക്വസ്റ്റ്യൻസ് എങ്ങനെ വർക്ക്ഔട്ട് ചെയ്യണം, ഈ ഒരു പാറ്റേൺ നിങ്ങളായിട്ട് പഠിച്ചു വെക്കുക ആദ്യം തന്നെ. പിന്നെ ബ്ലഡ് റിലേഷൻ ഒക്കെ എങ്ങനെയാണ് സിസ്റ്റമാറ്റിക് ചെയ്യേണ്ടത്, ടൈമേഴ്സ് എപ്പോഴും ആ പ്രഷറൈസ് ചെയ്ത് ചെയ്യാണ്ടിരിക്കുക. കാരണം എന്നാൽ എന്തായാലും തെറ്റ് പറ്റും. നമുക്കൊരു കൃത്യമായിട്ടുള്ള ലോജിക്കൽ ഫോക്കസ് വേണ്ട ഒരു ഏരിയ ആണ് റീസണിങ് എന്ന് പറയുന്നത്. അത് മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, അത്രയും എഫിഷ്യന്റ് ആയിട്ട് തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നെ വരുന്നത് ജനറൽ അവയർനെസ് ആണ്. ഇതാണ് നമ്മുടെ ഏറ്റവും മാസ്റ്റർ എന്ന് പറയുന്നത്. ഇതിൽ മാസ്റ്റർ ആയവനാണ് എല്ലായ്പ്പോഴും എക്സാംസുകൾ ക്ലിയർ ആയി പോകുന്നത്. അപ്പൊ ഡെയിലി കറണ്ട് അഫേഴ്സ് അപ്ഡേറ്റ് ചെയ്യുക, സ്റ്റാറ്റിക് ജികെയുടെ ഒരു പ്രത്യേക നോട്ട് തന്നെ പ്രിപ്പയർ ചെയ്യുക, റെഗുലർലി റിവൈസ് ചെയ്യുക. പിന്നെ എന്താണ് ഈ പറയുന്ന പോലെ മന്ത്ലി ഓരോ ക്വിസ് പോലെ എടുക്കുക. അതായത് ഈ പറയുന്ന ഹിസ്റ്ററി ആയിക്കോട്ടെ, ജോഗ്രഫി ആയിക്കോട്ടെ, ഇതിന്റെയൊക്കെ ഒരു 500 ക്വസ്റ്റ്യൻ സീരീസ് പോലെ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കുക. നിങ്ങൾ അതിൽ എന്ത് ചെയ്യുക, ആ ഒരു സബ്ജക്ട് കംപ്ലീറ്റ്ലി കോൺസെപ്റ്റ് ക്ലിയർ ആക്കി വെക്കുക, എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നൊക്കെ ഉള്ളൊരു കാര്യം. അപ്പോൾ അങ്ങനെ നിങ്ങളായിട്ട് എഫേർട്ട് ഇട്ട് നിങ്ങൾ ഒരു മാസ്റ്റർ ആവാൻ മാക്സിമം ശ്രമിക്കുക. അപ്പൊ നിങ്ങളെ കൊണ്ട് പറ്റുന്ന കാര്യമാണ്, അതിന് വേണ്ടിയിട്ടുള്ള എഫേർട്സ് ഇടുക. ഇത്ര കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ നോക്കുന്നത്. 2024 കമ്പാരിസൺ വെച്ച് നോക്കുമ്പോൾ കട്ട് ഓഫുകൾ എന്തായാലും ഉയർന്നു വരും. കോമ്പറ്റീഷൻ എന്തായാലും കൂടാൻ പോവുകയാണ്. എന്തായാലും വാക്കൻസീസ് ഇൻക്രീസ് ചെയ്യും എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ. എന്തായാലും ആപ്ലിക്കേഷൻ നമ്പർ എന്തായാലും കൂടുതൽ തന്നെ ആയിരിക്കും. അപ്പൊ അതിൽ ഒരാളായിട്ട് വിജയിച്ച് വരാനായിട്ടുള്ള എല്ലാ ശ്രമങ്ങളും നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക്